രാഷ്ട്രീയ ബോധം ഒരു ബാധ്യതയോ എന്നതായിരുന്നു വിഷയം. സമകാലിക രാഷ്ട്രീയത്തെയും അതിലിടപെടുന്ന മതത്തെയും വിചാരണ ചെയ്ത ചർച്ച പല തലത്തിലേക്ക് ചോദ്യശരങ്ങളെയ്തു. മുഖ്യധാര രാഷ്ട്രീയത്തോട് യുവതലമുറയ്ക്ക് താല്പര്യക്കുറവുണ്ടോ എന്നതായിരുന്നു സംവാദത്തിന്റെ കേന്ദ്രബിന്ദു. രാഷ്ട്രീയമില്ലാതെ ഒരു ജനതയ്ക്കും മുന്നോട്ടു പോകാനാവില്ലെന്ന് സമർത്ഥിച്ച് കഥാകൃത്ത് സന്തോഷ് ഇച്ചിക്കാനമാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. രാഷ്ട്രീയമില്ലാതെ ഒരു ജനതയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഈ അഴിമതിയും പുലികാൽക്കെട്ടും പണക്കപ്പണക്കവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ പെട്ടെന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് അതാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമല്ല. ആദർശാത്മകവും അതുപോലെ തന്നെ സത്യസന്ധവും ധാർമ്മികവുമായ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു സംഭവം നിൽക്കേണ്ടത്. രാഷ്ട്രീയക്കാർ വലിയ ബാധ്യതയായി മാറുന്നുവെന്നും അവർ അത്ഭുതകരമാം വിധം നിരാശപ്പെടുത്തുന്നുവെന്നുമായിരുന്നു എഴുത്തുകാരൻ താഹ മാടായുടെ വാദം. രാഷ്ട്രീയക്കാർ നേരത്തെ സന്തോഷം പറഞ്ഞതുപോലെ വലിയൊരു ബാധ്യതയായിട്ട് മാറുന്നുണ്ട്. അത് സത്യമാണ്. അത് അത്ഭുതകരമായ വിധം നമ്മെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ ഓരോ പാർട്ടിയും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തും. ആര് തിരുത്തും എന്നാണ് ഈ പറയുന്നത്? ജനങ്ങൾക്കല്ല പ്രശ്നം. തിരുത്ത് തുടങ്ങേണ്ടത് മേൽത്തട്ടിൽ നിന്നാണ്, നേതൃത്വത്തിൽ നിന്നാണ് തിരുത്ത് തുടങ്ങേണ്ടത്. ആ തിരുത്ത് സംഭവിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തിൽ മതം കയറി വരുന്നത് ജാഗ്രതയോടെ കാണേണ്ടതാണെന്നായിരുന്നു ചർച്ചയിൽ സംസാരിച്ചവരുടെയെല്ലാം നിരീക്ഷണം. സംവാദത്തിൽ മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ കെ രാജേഷ് കുമാർ മോഡറേറ്ററായി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.